അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ വിഷുബലം 2026 വിഷുബലത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2026 വിഷുബലം വരുന്നത് ചതയം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും വളരെ അനുയോജ്യമായ ഒരു സമയമായിരിക്കും. കൂടാതെ വ്യാഴം ഉച്ചസ്ഥായില് വരുന്ന ഒരു വിഷു ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നക്ഷത്രക്കാർക്കും ധനപരമായിട്ടും കുറച്ച് മേന്മയുണ്ട്. എല്ലാവർക്കും ധനപരമായിട്ട് കുറച്ച് മേന്മ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. നമ്മൾ ബാക്കി നക്ഷത്രമായ നമ്മുടെ മൂലത്തിലേക്ക് കിടക്കാം. മൂല നക്ഷത്രത്തിന് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നമ്മുടെ പഴയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സമയമാണ്. പക്ഷെ നമ്മുടെ ഹെൽത്തിലൊക്കെ നമ്മൾ നല്ല കരുതൽ കൊടുക്കണം. നമ്മുടെ ആരോഗ്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന്റെയൊക്കെ പുതിയ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യവും എല്ലാ കാര്യത്തിനും പുതിയ ഒരു തുടർച്ച ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കം ഉണ്ടാവുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അടുത്ത പൂരാട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. പുതിയ തുടക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് വരുന്നത്. ട്രാവൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുണ്ടാവാം. പിന്നെ ഫിനാൻഷ്യലി ഒക്കെ അത്യാവശ്യം നമ്മള് എക്സ്പെൻസ് ആവും. നമ്മുടെ ഫിനാൻഷ്യലി കുറച്ച് കൂടുതൽ ചെലവൊക്കെ വരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ അതൊക്കെ ബാലൻസ് ചെയ്താണ് മുന്നോട്ട് പോകാനുള്ളത്. ആദ്യം അത്ര ചെലവുകളൊന്നും വരുന്നില്ലെങ്കിൽ കൂടിയും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെലവുകൾ കുറച്ചധികം കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്രാട നക്ഷത്രത്തിന് കരിയറിൽ നല്ല ഗ്രോത്ത് ഒക്കെ വരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫാമിലിയിൽ നല്ല സന്തോഷമൊക്കെ വരുന്ന സമയമാണ്. അതുകൂടാതെ നമ്മുടെ ഉത്രാടത്തിനും ചെറിയ ചെലവുകളൊക്കെ അധികം വരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത തിരുവോണ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം വളരെ, ഈ രോഹിണി നക്ഷത്രത്തിനെ പോലെയും രേവതി നക്ഷത്രത്തെ പോലെയൊക്കെ ഭയങ്കരമായിട്ട് ഭാഗ്യം വരുന്ന ഒരു സമയമാണ്. നമ്മുടെ തിരുവോണ നക്ഷത്രക്കാർക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഗെയിൻ കൂടും, നമുക്ക് നല്ല റെസ്പെക്ട് കിട്ടും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് സമയം, നല്ല ശുഭ സമയം. 2026 എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ശുഭ ഫലങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അപ്പൊ തിരുവോണ നക്ഷത്രക്കാരൊക്കെ എന്ത് കാര്യം വേണമെങ്കിലും മുന്നോട്ട് ഇറങ്ങിക്കോ. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ കിട്ടും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഭയങ്കര ലക്കിയസ്റ്റ് ഒരു സമയമാണ് വരുന്നത് കേട്ടോ. അടുത്ത അവിട്ട നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവിട്ട നക്ഷത്രക്കാരൊക്കെ ആണെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റിയും പുതിയ തുടക്കങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷേ നമുക്ക് കുറച്ച് എന്തുണ്ടാവാറുണ്ട്, ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മള് എല്ലാ കാര്യവും സമാധാനപരമായി ശാന്തമായിട്ട് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് രണ്ട് തവണ ആലോചിച്ച് വേണം നമ്മൾ തീരുമാനിക്കാനുള്ളത്. പെട്ടെന്ന് എടുത്ത് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും കേട്ടോ. അടുത്ത ചതയ നക്ഷത്രമൊക്കെ ഞാൻ പറഞ്ഞു, ഇത്തവണ വിഷു വരുന്നത് ചതയ നക്ഷത്രത്തിലാണ്. അപ്പൊ അവർക്ക് കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ അധികം ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് വേണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ വരും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുയോജ്യമാണെങ്കിൽ പോലും ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. അടുത്ത പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു ആത്മീയതയൊക്കെ ശ്രമിക്കുന്നവർക്ക് ഭയങ്കര ഒരു ആത്മീയത നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സമയമാണ്. പിന്നെ ഫാമിലി ഹാപ്പിനെസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് നല്ല രീതിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ വിധി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നമാവുന്ന സമയമാണ്. പക്ഷെ അതൊന്നും നമ്മൾ സമാധാനപരമായി പ്രാർത്ഥനയോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. അടുത്ത ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു സ്ഥിരത കൈവരിക്കുന്ന സമയമാണ്. പിന്നെ എന്താ പറഞ്ഞ ഫിനാൻഷ്യലി നമ്മളെ സാമ്പത്തികപരമായിട്ടൊക്കെ നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു സമയം, ഒരു സ്ഥിരത വരുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെക്യൂർ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ല സമയമാണ്.
പക്ഷേ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഹെൽത്ത് കുറച്ച് വീക്ക് ആവാനൊക്കെ ഉള്ള ശ്രദ്ധിക്കാറുണ്ട്. ഈ അപകടങ്ങൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള ഇതാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നക്ഷത്രം രേവതി നക്ഷത്രം പറ്റിയാണ് പറയുന്നത്. സമ്പൂർണ്ണ ഭാഗ്യം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് ഈ രേവതി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ലക്കി ലോട്ടറി അടിക്കും അല്ലെങ്കിൽ സൗഭാഗ്യം അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാശ് നമ്മുടെ കയ്യിലേക്ക് വരും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗ്യ ദേവത കടാക്ഷി നിൽക്കുന്ന സമയമാണ്. ഭയങ്കരമായിട്ട് കടാക്ഷിക്കുന്ന സമയമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അനുകൂലമായ സമയമാണ്. അപ്പം കരിയറിലും ഫിനാൻസിലും നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ ഹാപ്പിനെസ്സും ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ കല്യാണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവർക്കൊക്കെ നല്ല സമയമായിട്ട് വരാൻ തുടങ്ങുകയാണ്. നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വർഷമാണ് ഈ വിഷുഫലം എന്ന് പറയുന്ന രേവതി നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച്. അപ്പൊ നമ്മളിപ്പോ 27 നക്ഷത്രത്തെ പറ്റി പറഞ്ഞു. അപ്പം 27 നക്ഷത്രക്കാർക്കും അനുയോജ്യമായ സമയങ്ങൾ ഉള്ളതുപോലെ തന്നെ പ്രതികൂലമായ ചെറിയ സമയങ്ങളും വന്നു പോവും. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഈശ്വരന് വേണ്ടത് എന്താണ്, ഓരോ ദൈവങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങളെന്നും കൂടി ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ. എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി.